ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിമനോഹരമായ കുറച്ച് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം, മേക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഫ്ലവർ മേക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ അതിമനോഹരമാക്കുവാൻ ഈ ടിപ്സ് വളരെയേറെ നല്ലതാണ്. കാരണം നമുക്ക് പൈസ ചിലവൊന്നുമില്ല. ഇത് ബ്ലൗസ് പീസുകൾ വരുന്നതിൻ്റെ ഇതിനകത്തിരിക്കുന്ന ഈ ബൈൻഡ് കൊണ്ടാണ് നമുക്ക് എല്ലാ ക്ലോത്ത് ഷോപ്പിൽ നിന്നും ടെക്സ്റ്റൈൽസിൽ നിന്നെല്ലാം കിട്ടുന്ന തുണിക്കടയിലെ ഒരു ബൈൻഡാണ്. അവർ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്ലൗസ് പീസിൻ്റെ ഒക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബൈൻഡ് അവർ കളയുകയാണ് ചെയ്യുന്നത്. ഈ വുഡ് ബൈൻഡ് കൊണ്ടാണ് നമ്മൾ അതിമനോഹരമായ ഇതിനകത്തിരിക്കുന്നത്. ഞാനൊന്നുകൂടെ എടുത്ത് കാണിക്കാം. ഈ ക്ലോത്ത് നമ്മൾ ലൈനിങ് പീസിൻ്റെ തുണിയും ബ്ലൗസ് പീസിൻ്റെ ഒക്കെ തുണികളാണ്. ഇത് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞത് കണ്ട ഇതിനകത്തായിട്ട് ഇത് ചുറ്റി വെക്കുന്ന റോളായിട്ട് ചുറ്റി വെക്കുന്ന ഒരു ബൈൻഡാണിത്. ഇത് കണ്ടില്ലേ? ഞാൻ ഈ ക്ലോത്ത് ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. കണ്ട, ഇതാണ് സാധനം. ഇത് കൊണ്ടാണ് നമ്മൾ ഇത് നല്ല ഭംഗിയായിട്ട് റോളായിട്ട് വെക്കുന്നത്. ഈ വുഡ് ബൈൻഡ് ആകുമ്പോൾ എത്ര നാൾ വേണേ, അതായത് ഷർട്ടിൻ്റെ ബൈൻഡ് കൊണ്ടൊക്കെ ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പം അതങ്ങ് പോകും. ഇതാകുമ്പോൾ പ്ലൈവുഡ് പോലെ നല്ല ഭംഗിയായിട്ട് അങ്ങിരുന്നു കൊള്ളും. ഈ വുഡ് ബൈൻഡ് കൊണ്ടാണ് നമ്മൾ അതിമനോഹരമായ പൂക്കൾ. ഇതിനിപ്പം ഒരു കവറിങ് ഉണ്ട്, ഒരു വെള്ള പേപ്പർ കവറിങ് ഉണ്ട്. അത് നമുക്കങ്ങ് കീറിക്കളയാം. എന്നിട്ട് ഈ വുഡ് ബൈൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈർക്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുളയുടെ പീസ് ഇല്ല. കമ്പി ആകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണമല്ലോ. വേസ്റ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. കാരണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു 20 രൂപയുടെ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കമ്പി വേണമെന്നില്ല. കമ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കിളിൻ്റെ കമ്പി ആയാലും മതി. ഇതിപ്പം നിങ്ങൾക്ക് ഈർക്കിൽ കൊടുക്കാവുന്നതാണ്. ഈർക്കിൽ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ഒരു കൂട പോലെ ബൊക്ക പോലൊക്കെ നിറയെ നമുക്ക് ഒരു കൂജയിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ വീഡിയോസിലേക്കൊന്ന് പോകാം. ഗൈസ്, നമ്മളാണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ 2 കമ്പി, ഈ പൂവിൻ്റെ കമ്പി, നമുക്ക് ടേപ്പ് യൂസ് ചെയ്യാം. പിന്നെ നൂല് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നൂല് വെച്ച് ചെയ്താൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ്. പോത്തൊന്നുമില്ല, നശിച്ച് പോത്തൊന്നുമില്ല. നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, പശ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ വുഡ് പെയിൻറ്റ് എന്ന് പറയും. വുഡിൻ്റെ ഒരു പെയിൻറ്റാണ്. കാർബോർഡല്ല, അതിൻ്റെ കനം കണ്ടോ? സൈഡത്തെ ഈ വുഡിൻ്റെ കണക്കുള്ള സാധനമാണ്. കണ്ടോ? വുഡിൻ്റെ പൊടി ചാച്ചുണ്ടാക്കുന്ന സാധനമാണ്. ഇതങ്ങനെ ഒടിയത്തുമില്ല. ഇതുണ്ടോ? നല്ല കട്ടയായിട്ടങ്ങ് ഇരുന്നോളും. കാർബോണിൻ്റെ കണക്കല്ലാണ്ടോ വളച്ചാൽ ഒടിയത്തുമില്ല. ഇത് നല്ല കുറേ കാലങ്ങളോളം ഫ്ലവർ ഉണ്ടാക്കി നിൽക്കുന്നതാണ്. നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാക്കി നിൽക്കുന്നതാണ്. നമുക്ക് ആ ഫ്ലവർ ഒന്ന് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്കാണ് ഫസ്റ്റ് ഏറിയൊരു ബോക്സുമായിട്ട് എടുക്കുക. ഗൈസ്, നമുക്കാണ്ട ചെറിയൊരു ബോക്സ് മാതിരി ഇത് നമ്മുടെ വുഡ് പെയിൻ്റ് ഒന്ന് വെട്ടിയെടുക്കാം. ഉണ്ടോ? നമ്മൾ നല്ല ബോക്സ് മാതിരി ഇതിൽ വെട്ടാൻ വേണ്ടിയാണ് ഈ ഇതിലല്ലാതെ വെട്ടാൻ എനിക്ക് കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ബോക്സ് മാതിരി ചെറിയ കഷ്ണമായിട്ട് വെട്ടിയെടുക്കുന്നത്. കണ്ടോ? അതിൻ്റെ ചെറിയൊരു ബോക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കോണി വെച്ച് ഒരു പല മോഡൽ ചെടിയുടെയും ഇതിലെടുക്കാൻ. ഞാനിപ്പോൾ സാധാ മോഡൽ ചെടിയുടെ ഇതിലാണ് ഇതിനകത്തുനിന്ന് എടുക്കുന്നത്. ഇതിൽ കിട്ടിയുണ്ടോ? ഇത് കണക്ക് നമുക്കൊരു 4 ഇതൾ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതേ അളവിൽ തന്നെ 4 ഇതൾ വെട്ടിയെടുക്കാം. ഗൈസ്, നമ്മളവിടെ ചുമ്മാ ഒരളവ് മുമ്പ് പറഞ്ഞ ചുമ്മാ ഒരളവ് വെട്ടിയെടുത്താണ്. നമുക്ക് പേപ്പർ വെച്ച് ഇങ്ങനെ അതിൻ്റെ കനം കണ്ടോ? സാധാ ബുക്ക് പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാവുന്നതാണ്. നമുക്ക് 4 ഇതളുണ്ട്. 4 ഇതളിൻ്റെ കനം കണ്ടോ? ഇത്രയും കനമാണ് 4 ഇതളിൻ്റെ കനം എന്ന് പറഞ്ഞാൽ. ഒരു ഇതളിൻ്റെ ഇത് കാർബോർഡല്ല, വുഡ് പെയിൻറ്റ് നമുക്ക് പറഞ്ഞായിരുന്നു. ഞാൻ വളയത്തില്ല, നല്ല സാധനം ഉണ്ടോണ്ട് ഇതുണ്ട്. വളയും ചെയ്യും, നല്ല കാലവളം നിൽക്കുന്നതാണ്. അങ്ങനെ നശിച്ച് പോത്തൊന്നുമില്ല. ഇത് വെച്ചാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ 4 ഇതൾ നമ്മൾ വെട്ടിയത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൾ വെട്ടിയതിൻ്റെ ബാക്കി ഒരു പീസ് ബോർഡ് നമ്മളിങ്ങനെ വെട്ടിയെടുത്തില്ലായിരുന്നു. ആ ബോർഡിനകത്തുനിന്ന് ഇത്രയും ആണ്ട് ഇതുണ്ട്. ഇത്രയും പീസിൽ നമുക്ക് നീളത്തിലൊന്ന് വെട്ടിയെടുക്കാം. പൂവിൻ്റെ അടിയിലത്തെ ഗൈസാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂവിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെക്കാനാണ്. എന്ന് വെച്ചാൽ പൂമ്പൊടിക്ക് പകരമായിട്ട് വെക്കാനാണ്. ഇത് കണക്ക് 2 പീസ് ഈ പൂവിൻ്റെ അടിയിലോട്ട് എത്ര നീളം വേണോ അതും ഇനി നല്ലതാണ്. 2 പീസ് ഇത് കണക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്താണ്ട് 2 പീസ് ഇതാണ്.
ഈ 2 പീസ് എടുത്തിട്ട് ഇത് ഒരേ കണക്ക് കറക്റ്റ് അളവിൽ ഇങ്ങനെ വെച്ച് സമമായിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് എടുക്കാം. അപ്പം ഇങ്ങനെ മടക്കി ഒരു ഇത് കിട്ടിയ കറക്റ്റ് അളവിലാണ് ഇതാണ് മടക്കി ഇത് എടുത്ത ശേഷം ഈ ഒരു പീസ് നമ്മൾ മുമ്പേ ഇതിൻ്റെ കൂടെ തന്നെ വെട്ടിയെടുത്തതാണ്. ആ പീസ് നമുക്കാണ് ഇങ്ങനെ വെച്ച് മടക്കിയെടുക്കാം. അതുകൊണ്ട് ഈ 2 പീസ് ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം ഈ 2 പീസുണ്ട് ഈ പീസ് എടുത്ത് ഇതിൻ്റെ ഇടയ്ക്കോട്ട് വെക്കുക. ഗൈസാണ് നമ്മളെടുത്ത് സാധനം പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വെച്ച ശേഷം 2 ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂലിട്ട് കെട്ടാം. ഇത് അടിയിലാണ് പോകുന്നത്, അകത്താണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ഗ്ലൂ ഇങ്ങോട്ട് ഒഴിക്കുക. ഇപ്പം എൻ്റെ ഈ ഗ്ലൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്ലൂ വെച്ചാണ് ചെയ്യുന്നത്. ഏത് പശ വെച്ച് ചെയ്താലും മതി, അതിന് കുഴപ്പമില്ലാണ്ട്. ഇതുണ്ടോ ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ചെടുക്കുക സ്റ്റാർ വഴി ആണ്. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നുണ്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ശേഷം ഈ മേളത്തെ ഇത് അടിഭാഗത്താണ് ഒട്ടിച്ച് വെച്ചത്. ഈ മേളത്തെ നമ്മൾ ഇത് ഇങ്ങനെ മടക്കുക. മടക്കി കഴിഞ്ഞ് ഇങ്ങനെ വരും, കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. അമക്കി വെച്ചുകൊണ്ട് വേണം മടക്കാൻ. മടക്കി വെച്ചാണ് ഇങ്ങനെ വരും, ഇതുണ്ടോ ഇങ്ങനെ സാധനം കിട്ടും, കണ്ടോ. അത് സൈഡ് ഫാൻ നമുക്ക് ഒട്ടിച്ചെടുക്കുക. സൈഡ് ഫാൻ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം, ഒഴുകി പോകാൻ പാടില്ല. അതാണ് സൈഡ് ഫാൻ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിച്ചെടുക്കുക. ഇതുകൊണ്ട് ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇങ്ങനെ സാധനം ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പൊപ്പിലുള്ള സാധനം ഒട്ടിച്ചെടുത്തോളാം ഗൈസ്. നമ്മളാണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തത്. നമുക്ക് ഈ സൈഡത്തെ ഈ ഗ്ലൂ സ്റ്റിക്കിന് പശ വന്നൊക്കെ എടുത്താൽ നമുക്ക് എന്തുവാണോ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. എന്ത് വെറ്റിൽ വെച്ച് ഒട്ടിച്ച് വെക്കണം. ബാക്കിലാണ്ട് ഇവിടെ ചെറിയ ഹോൾ ഇങ്ങനെ കാണാം. ഇതിലാണ് നമ്മളെ കമ്പി കൊടുക്കുന്നത്, പൂവിൻ്റെ ഹോൾ കാണാം. അതുകൊണ്ട് തന്നെ ഗൈസ് എന്ത് ഒട്ടിച്ച് വെക്കണം, നൂല് വെച്ചാണ് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുത്താലും മതി, ഇരുന്നോളും. പിന്നെ ഇവിടെയും കെട്ടി കൊടുത്താൽ മതി. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഇതളുകളില്ലേ, ഇതളാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ഫ്രണ്ടിലത്തെയാണ് പൂമ്പൊടിക്ക് വെക്കുന്നത്. ഒട്ടിച്ച ശേഷം നമ്മളാണ് ഇതളുണ്ടോ, ഇതെടുത്ത് ഈ അരി വെക്കുക. അരി വെച്ചിട്ടാണ് ഇതുണ്ട് ഇങ്ങനെ വെക്കുക. ഇത്രയും വേളി വെച്ചിട്ട് നമ്മുടെ ഇവിടെ നമുക്കൊന്ന് പശ വെച്ച് കൊടുക്കുക. ഏത് പശ ചെയ്താലും മതി, ഫെവിക്കോളായാലും മതി. ഇതള് നേരത്തെ ഇതുകൊണ്ടൊക്കെ നമുക്ക് വളച്ചെടുത്തിട്ടുണ്ട്, ഇതുകൊണ്ടൊക്കെ വയ്ക്കുന്നത്. ഇപ്പം വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതള് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക, കണ്ടോ. വെച്ചിട്ട് കറക്റ്റ് മേളിൽ കറക്റ്റ് ലെവലാക്കുക. ലെവലിൽ വെച്ച് കൊടുക്കണം, വളയാത്ത നല്ല ലെവലിൽ വെച്ച് കൊടുക്കണം. ലെവലിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അടുത്ത് നമ്മളാണ് ഇപ്പം ഞാനൊന്നും വെച്ച് വളയ്ക്കുന്നില്ല, കൈവിരൽ വെച്ചാണ്. ഇതുണ്ടോ ഇങ്ങനെ കൈവിരൽ വെച്ച് വളച്ച് കൊടുക്കുകയാണ്. കണ്ടോ. ഇപ്പം ഇങ്ങനെ ഒരു ഇതളാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ഇതള് നമുക്ക് ഈ സൈഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. മറ്റേ ഇതൾ ഒട്ടിച്ചാൽ മതി. ഈ ഇതളും കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഇതൾ നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മക്കാണ്ട് ഈ സൈഡിൽ കൂടെ നമുക്കൊന്ന് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്തെടുത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഈ സൈഡിൽ നമുക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഗായ്സ് നമുക്കാണ് ഇനി ഇതിൻ്റെ അടിയിലൊരു കമ്പി കൊടുക്കണം. കാരണം ഇങ്ങനെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി വാട്ടർ കളർക്ക് അടിച്ചെടുക്കണം ഗായ്സ്. ഇനി നമുക്കാണ് ഇങ്ങനെ ഒരു കമ്പി എടുത്ത് വെച്ച കമ്പി. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം, കണ്ടോ. ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കണം. എന്നിട്ട് ഇവിടുത്തെ ബാക്കിലത്തെ ഈ ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റി ഈ പശ വെച്ചൊന്ന് എടുത്ത് ഒട്ടിച്ചെടുക്കുക ഗായ്സാണ്. നമ്മളതിൻ്റെ ബാഫാത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ എടുത്തിട്ട് ഈ വളച്ച് വെച്ച കമ്പി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെക്കുക. അവിടെ കുറേ കയറിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചൊന്ന് കട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. നമ്മളാണ്ട് ഒരു പൂ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി അടിഭാഗത്ത് ഇത് ടേപ്പ് കയറ്റി കൊടുത്താൽ ഇവിടെ ഒട്ടിച്ച് ഊരി എടുത്തൊന്നുമില്ല, പവറായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെയാണ് ഇതിനകത്ത് നമുക്ക് വാട്ടർ കളർ ചുറ്റി എടുത്താൽ മതി. ഇത് നമുക്ക് വേണ്ട ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ടേപ്പ് നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി നല്ല അടിപൊളിയായിട്ടൊന്ന് ചുറ്റിയെടുക്കും ഗൈസ്. നമ്മൾ കുറച്ചാണ് ചുറ്റി നല്ലോണം കൊടുക്കുകയാണ്
ഗായ്സ് നമ്മളാണ്ട് ഇതൊന്ന് ചുറ്റി നല്ല വൃത്തിയായിട്ട് ഞാൻ കൊടുക്കുവാണ്. അടിപൊളിയായിട്ട് ഞാൻ ചുറ്റി കൊടുക്കുവാണ്. ഗായ്സ് നമ്മളാണ്ട് ഇവിടെ അടിപൊളി ഒരു പൂ റെഡി ആയിട്ടുണ്ട്. കണ്ട ഗായ്സ്, ടേപ്പൊക്കെ കുറ്റി അടിപൊളിയായിട്ട് വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് അടിപൊളി വാട്ടർ കളർ ഒന്ന് അടിച്ച് കൊടുക്കാം. വാട്ടർ കളർ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ റോസ് വാട്ടർ കളറാണ്. റോസാണ് ഇത് വെച്ച് അടിച്ചു കൊടുക്കാം. പെയ്യൊക്കെ പിടിച്ചെടുത്താൽ മതി. ഞാൻ പെയ്യൊക്കെ അടിക്കത്തുള്ളൂ, നേരത്തെ പറഞ്ഞു. കട്ടാക്കാൻ പോകുന്ന എന്തിനാ? സ്പീഡപ്പ് ആക്കാനുള്ള ഇത്രോട്ടം പറഞ്ഞേ. സ്പീഡൊക്കെ ആക്കുമ്പോൾ ഈ സംസാരിക്കുന്നത് കേൾക്കത്തില്ല. ഇല്ല, കേൾക്കില്ല. അത് കട്ടാക്കി കളയും. ആ വോയിസ് കട്ടാക്കും. അവിടെ എത്തുമ്പോൾ സ്പീഡപ്പ് ആകത്തില്ല. അവിടെ ഒന്നും പെയ്യ പോലെ. മഞ്ഞ എടുത്തോണ്ട് വന്നില്ലേ? അങ്ങനെ ഉണ്ട്. കട്ടാക്കാൻ പോവും. ഇത് ടെൻഷന് ആണെ പോണു ചുമ്മാ. അത് നല്ലയാക്കാം, പെട്ടെന്ന് അങ്ങ് പിടിച്ച്. അത് സ്പീഡപ്പ് ആക്കണം. അപ്പൊക്ക് എന്തോ മതി. സ്പീഡപ്പ് ആയി കാണിച്ചാൽ സ്പീഡപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. അതുകൊണ്ട് വല്ലവരും ചെയ്തെന്ന് പറയും. ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ പെയിന്റ് അടിക്കണം. അല്ല, എനിക്ക് പെയിന്റ് അടിക്കാൻ പോലെ അറിഞ്ഞൂടാ പറയും. സൈഡൊക്കെ നല്ലോണം അടിക്കണം. ഒന്ന് ക്ലിയർ ചെയ്യിക്കും. മൊബൈലിന് അടുക്കൊന്ന് നിൽക്ക്. ആ കൊണ്ണ അമക്കാനൊക്കെയാണല്ലോ പറഞ്ഞത്. വേണ്ടാണ്ടൊക്കെ കയറി വരുന്നത്. ആ പൂവിലോട്ട് കാണിച്ച് നിൽക്ക്. പൂവിൻ്റെ അങ്ങോട്ട് എതിലോട്ട് നിൽക്ക്. മതി മതി. എങ്ങോട്ട് പോവാ കൂട്ടി കൂട്ടി? അയ്യാൻ കഴിഞ്ഞാൽ പോവോ അങ്ങ് കൂട്ടി കൂട്ടി. വിടവിനൊക്കെ അടി. ഗൈസ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇനി ഈ നടുക്ക് ഈ പൂമ്പൊടിക്കകത്ത് മഞ്ഞ കളർ അടിക്കും. ഇപ്പോൾ വേണ്ട അടിപൊളിയായിട്ട് എല്ലാം അടിച്ച് തരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് മഞ്ഞ കളറൊന്ന് അടിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മളാണ് ഇനി ആ പൂ അടിച്ചു വെച്ചതിന് പൂമ്പൊടിക്കായിട്ട് നമ്മൾ ഇവിടെ മഞ്ഞയാണ് എടുക്കാൻ പോകുന്നത്. മഞ്ഞ വാട്ടർ കളറാണ് എടുക്കാൻ പോകുന്നത്. തുറന്നു കൊടുക്കുക. വേണ്ട, നല്ല മഞ്ഞയാണ്. അതേ റോസ് കളർ മാറ്റാം. ഇനി മഞ്ഞ കളറ് നമുക്കാണ്ട് ഈ നടുക്കത്ത് ഈ പൂമ്പൊടിക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനൊക്കെ ഈ പൂമ്പൊടിക്കകത്ത് ഫെവിക്കോൾ കഴിച്ചിട്ട് നമ്മുടെ കല്ല് ചെറിയ ചരളുമായിട്ടുള്ള എടുത്തിട്ടിട്ട് അതിനകത്ത് മഞ്ഞ അടിച്ചാൽ പൂമ്പൊടി മാതിരി ഇരിക്കും. ഇപ്പോൾ ഞാൻ അതൊന്നും ഇടുന്നില്ല. അല്ല, പൂമ്പൊടിക്കായിട്ടുള്ള കളറ് മാത്രമേ ഇടുന്നുള്ളൂ. പോയിൻ്റ് ബ്രഷ് വെച്ച് നമ്മൾ ശ്രദ്ധിച്ചടിക്കണം, അല്ല തെറ്റി പോകാൻ സാധ്യതയുണ്ട്. ആവശ്യമ്പോൾ അടിച്ച് കുറച്ച് അരിയിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പഴയ കളർ വെച്ച് തന്നെ റോസ് വെച്ച് തന്നെ അടിച്ചാലേ പുതിയതായിട്ട് എടുക്കാം. ഗൈസ്, നമുക്ക് അവിടെ സൈഡിൽ ഇതൊക്കെ പറ്റിയതിനടുത്ത് ഗൈസ് നമുക്ക് അവിടെ സൈഡിൽ ഈ മഞ്ഞയൊക്കെ പറ്റിയെടുത്ത് നമുക്ക് ഈ റോസ് അടിച്ചു കൊടുക്കുക. ഗൈസ്, നമ്മുടെ അടിപൊളി നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. എവിടെ വേണേൽ വെക്കാം. നല്ല അടിപൊളി പൂവാണ് ഗൈസ്. ഇതുകൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയ കുറേ പൂക്കൾ ഞാൻ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനവിടെ ചെയ്ത പൂക്കളാണ് ഇതെല്ലാം. ഞാൻ ഫിറ്റ് ചെയ്തതാണ് ഗൈസ്. ഞാനവിടെ ഉണ്ടാക്കിയ പൂക്കളാണ്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പൂ. ഞാൻ നേരത്തെ നിന്ന് ഉണ്ടാക്കിയ പൂക്കളാണ്. കണ്ട പൂ കണ്ടോ? നമുക്ക് ഇല കണ്ടോ ഗൈസ്? ഇല ഇത് നമുക്ക് വെട്ടി വെച്ച് ഉണ്ടാക്കിയതാണ് ഗൈസ്. ആണ് ഇനി നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെക്കുക. വെച്ചാൽ മടക്കി കൊടുത്താൽ കണ്ടോ? ഏകദേശം മടക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പൂ നല്ല കൊടുത്തിട്ട് ഗൈസാണ് ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്ക് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ പൂ വെക്കാവുന്നതാണ്. കണ്ടോ? അടിപൊളിയായിട്ടില്ലേ ഗൈസ്?
ഇവിടെ ഫ്ലവർ ഉണ്ട് ഗൈസ്. നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നതാണ്. ടീ സ്റ്റാൻഡ് എവിടെ വേണമെങ്കിൽ വെക്കാം. നല്ല അടിപൊളി പൂവാണ് കണ്ടോ ഗൈസ്. അത് നശിച്ചു പോകുന്ന നല്ല അടിപൊളിയായിട്ടാണ് ഗൈസ്. നമുക്കാണ്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റുമോ? നമുക്കന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? നമുക്കന്നെ ഈ പൂക്കൾ വെച്ചാൽ ഒരു ട്രീ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും ഗൈസ്. ഇനി അടുത്തൊരു നല്ലൊരു പൂക്കളുമായിട്ട് ഞാൻ വീഡിയോ വരും ഗൈസ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലങ്ങ് അടിച്ചു വിട്ടുക ഗൈസ്. നമുക്കൊന്ന് നേരെ വീഡിയോ കട്ടാക്കുക.